കൊല്ലം ചിന്നക്കട പാർവതി മില്ലിന് സമീപം ഇട്ടിരിക്കുന്ന ടാർ വീപ്പകൾ നീക്കണമെന്ന ആവശ്യം ശക്തം. റോഡിൽ കിടക്കുന്ന ടാർ വീപ്പകൾ അപകടത്തിന് കാരണമാകുമെന്നാണ് ആക്ഷേപം. ചിന്നക്കട പാർവതി മില്ലിന് സമീപം തുയ്യംപള്ളിയിലേക്ക് തിരിയുന്ന ഭാഗത്താണ് അപകടകരമായ വിധം ടാർ വീപ്പകൾ ഇട്ടിരിക്കുന്നത്. ഓട്ടോ സ്റ്റാൻഡിന്റെ അതിർത്തി തിരിക്കുവാൻ എന്നോണമാണ് ബാരലുകളും പാറകളും പൈപ്പുകളും ഇവിടെ വെച്ചിരിക്കുന്നത്. വരുന്ന ആളുകളൊക്കെ വളരെ അവർക്ക് വാഹനങ്ങൾ തിരിയുമ്പോൾ അത് അപകടത്തിന് സാധ്യത ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത് ഇങ്ങനെയുള്ള ഇത് വർഷങ്ങളായിട്ട് ഇത് ഇങ്ങനെ ഈ വീപ്പുകളൊക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് റോഡിന്. അത് പോലീസും മറ്റു വകുപ്പുകളും ഒക്കെ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം. ദിനം പ്രതി നൂറുകണക്കിന് വിശ്വാസികളും മറ്റ് കാൽനട യാത്രക്കാരും ഡിസ്ട്രിക്ട് ആശുപത്രിയിലേക്ക് പോകുന്ന രോഗികൾ, ഗർഭിണികൾ, ആംബുലൻസുകൾ തുടങ്ങിയവ പോകുന്ന ഭാഗത്താണ് ഇത്തരത്തിൽ വീപ്പകൾ നിരത്തിവെച്ചിരിക്കുന്നത്. 15 കൊല്ലത്തെ ടാക്സ് മേടിക്കുന്ന ഒരു വണ്ടിയും ഒരാളും 15 കൊല്ലം ഉപയോഗിക്കാറില്ല. മാക്സിമം 5 കൊല്ലം അല്ലെ 6 കൊല്ലം ഉപയോഗിച്ചിട്ട് ബാക്കി ഈ അടയ്ക്കുന്ന ടാക്സിന്റെ പൈസ അയാൾക്ക് ലോസ് ആണ്. എന്നിട്ടാണ് അവർക്ക് മാനം മര്യാദയായിട്ട് ഈ റോഡ് സഞ്ചരിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാതിരിക്കുന്നത്. അക്ഷന്തവ്യമായ തെറ്റാണ്. അവിടെ ഇത് ബ്ലോക്ക് ചെയ്യാനായിട്ട് കുറെ പഴയ ടാർ വീപ്പയാണ് മറിച്ചിട്ടിരിക്കുന്നത്. അവിടെ എന്തെങ്കിലും ഒരു പരിഷ്കൃത രാജ്യത്തിന്റെ എന്തെങ്കിലും ലക്ഷണം കാണിക്കണ്ടേ? ഞാൻ ആ പള്ളിമുക്ക് വഴിയാണ് വരുന്നത്. ആ പള്ളിമുക്ക് ജംഗ്ഷനിൽ എത്രയോ നേരം ഞാൻ ആ ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട് കടന്നുപോയി. ഒരു പോലീസുകാരനില്ല അവിടെ. നമുക്ക് ആ ട്രാഫിക് നിയന്ത്രിക്കാൻ പറ്റുമോ? അവിടെ അതൊന്നും ചോദിക്കാൻ ഒരു മനുഷ്യനില്ല. ഇതൊന്ന് കാണാനോ കേൾക്കാനോ പോലും ഒരു പോലീസിന്റെ ഒരു സാന്നിധ്യം പോലും അവിടെയും കാണുന്നില്ല. ഇതെല്ലാം ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ജില്ലയ്ക്കും കോർപ്പറേഷനും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ അധികാരപ്പെട്ട ആളുകൾ അവരിത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇത്രയും മോശമായ തരത്തിൽ ഇതൊക്കെ നടന്നു വരുന്നത്. വീപ്പകൾ, ഇരുമ്പ് പൈപ്പുകൾ എന്നിവ നീക്കം ചെയ്യണമെന്നാണ് പ്രദേശത്തുള്ള വ്യാപാരികളും മറ്റും ആവശ്യപ്പെടുന്നത്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.